മരിച്ചുപോയ തന്റെ സഹോദരി ഷിയുവിനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന വിശ്വാസത്തിൽ ഗവർണർ മോ ഷിയാൻഷി കുറെ പെൺകുട്ടികളെ ബലി കൊടുക്കാൻ തുടങ്ങിയ സ്ഥലത്തേക്ക് ഷെൻതുവും യാൻഷിങ്ങും കൂടി എത്തി അവരെ രക്ഷപ്പെടുത്തുന്നതും ഷിയാൻഷിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും വരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു നിർത്തിയത്. അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളുടെ കൂട്ടത്തിൽ യാൻഷിങ്ങിന് പരിചയമുള്ള ഷിയു എന്നൊരു പേരുള്ള പെൺകുട്ടിയും ഉണ്ടായിരുന്നല്ലോ. ഷിയാൻഷി പറയുന്നത് പോലെ ഷെൻഹുവോയുടെ സെക്റ്റിൽ ചേർന്ന് കഴിഞ്ഞാൽ മരിച്ചവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നായിരുന്നു ഈ ഷിയുവും വിചാരിച്ചിരുന്നത്. ഇപ്പോൾ അതൊരിക്കലും നടക്കില്ല എന്ന് യാൻഷിങ്ങും ഷെൻതുവും കൂടി പറയുന്നത് കേട്ട് ശരിക്കും അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ മരിച്ചവരെ ഒരിക്കലും തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് യാൻഷിങ് ഒന്നുകൂടി ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ അവൾ നിരാശയാവുന്നു. നേരത്തെ അവൾ ഷിയാൻഷിയോട് സംസാരിക്കുന്നത് കേട്ടതിൽ നിന്ന് അവൾക്ക് മറ്റുള്ള പെൺകുട്ടികളെക്കാൾ കൂടുതൽ അവനോട് അടുപ്പമുണ്ട് എന്ന് യാൻഷിങ്ങിന് മനസ്സിലായിരുന്നു. എങ്ങനെയാണ് അവൾ അവനുമായി ഇത്ര അടുത്തതെന്ന് യാൻഷിങ് ഇവളോട് ചോദിക്കുന്നു. മുമ്പ് ഈ ഷിയു ഒരു അപകടത്തിൽപ്പെട്ട സമയത്ത് ഷിയാൻഷി അവളെ രക്ഷപ്പെടുത്തിയിരുന്നു. അതിനുശേഷം സ്വന്തം ചേട്ടനെ പോലെയാണ് അവൾ അദ്ദേഹത്തെ കണ്ടിരുന്നത്. അങ്ങനെ ഒരു അടുപ്പം അവർക്കിടയിൽ ഉണ്ടായിരുന്നു. പക്ഷേ മരിച്ചുപോയ തന്റെ സഹോദരിയുടെ മുഖസാമ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഷിയാൻഷി തന്നോട് അടുപ്പം കാണിച്ചതെന്ന് അവൾക്ക് ഇപ്പോൾ വ്യക്തമായി അറിയാം. എന്നാലും അവനെ വെറുക്കാൻ അവൾക്ക് കഴിയുന്നില്ല. ഷിയാൻഷിയെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണല്ലോ അവർ അവിടെ നിന്ന് തിരികെ പോയത്. പക്ഷേ പോകുന്ന വഴിയിൽ ഷിയാൻഷിയുടെ കുറെ സൈനികർ അവരെ തടയുന്നുണ്ട്. ഷിയാൻഷിയാണ് ഇത്രയും നാൾ അവരെയൊക്കെ പറ്റിച്ചിരുന്ന ഗോസ്റ്റ് ഫേസ്ഡ് മാൻ എന്ന് പറഞ്ഞിട്ട് അവരാരും വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. ഷെൻതുവാണ് കുറ്റവാളി എന്ന രീതിയിലാണ് അവർ ആരോപണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെളിവുകളായി കുറച്ച് സാധനങ്ങളും കൊണ്ടുവരുന്നുണ്ട്. ഷിയാൻഷിയെ വിട്ടയക്കണം എന്ന രീതിയിൽ അവർ ബഹളമുണ്ടാക്കുന്നു. അല്ലെങ്കിൽ ഷെൻതുവിനെയും യാൻഷിനെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ശരിക്കും ഷിയാൻഷിയാണ് തങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതെന്ന് അവരോട് തുറന്നു പറയാൻ യാൻഷിങ് ഷിയുവിനോട് പറയുന്നുണ്ടെങ്കിലും ഷിയാൻഷിയെ ചതിക്കാൻ അവൾ തയ്യാറാവുന്നില്ല. അങ്ങനെ യാൻഷിങ്ങും ഷെൻതുവും അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. ഈ സമയത്താണ് സുന്ദാന്റെ നേതൃത്വത്തിലുള്ള ഇമ്പീരിയൽ ഇൻസ്പെക്ടേഴ്സ് അങ്ങോട്ടേക്ക് എത്തിയത്. അവർ എതിർത്ത് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകുമെന്ന് മനസ്സിലാവുന്നതിനാൽ ഷിയാൻഷി തന്നെ തന്റെ സൈനികരോട് ഷെൻതുവിനെയും യാൻഷിങ്ങിനെയും അവിടെ നിന്ന് വിട്ടയക്കാൻ പറയുന്നു. അങ്ങനെ അവരെ അവിടെ നിന്ന് വിട്ടയക്കാൻ അവർ തയ്യാറാവുന്നുണ്ട്. സുന്ദാന്റെയും കൂട്ടരുടെയും പ്രൊട്ടക്ഷനോടെ ഷെൻതുവും യാൻഷിങ്ങും അവിടെ നിന്ന് സുരക്ഷിതമായ സ്ഥലത്തേക്ക് പോകുന്നു. ആ സിറ്റിക്ക് വെളിയിലായി കാട്ടിലൊരിടത്ത് അവർക്ക് തൽക്കാലം തങ്ങേണ്ടി വരുന്നുണ്ട്. ആ സിറ്റിയിലുള്ള ജനങ്ങളെ സംബന്ധിച്ച് ഷിയാൻഷി അവർക്ക് ഇന്ന് വരെ കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഗവർണറാണ്. പാവങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള അദ്ദേഹം തങ്ങളെ ചതിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരത് വിശ്വസിക്കാൻ തയ്യാറാവില്ല. അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല എന്നൊക്കെ സുൽത്താൻ യാൻഷിങ്ങിനോട് ഷെൻതുവിനോടുമായി പറയുന്നു. ഈ സമയത്താണ് ജിങ്ലിങ് രാജ്ഞിയുടെ സീക്രട്ട് മെസ്സേജുമായി അങ്ങോട്ടേക്ക് വന്നത്. അവിടെ നടന്ന പ്രശ്നങ്ങളൊക്കെ രാജ്ഞി ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞിരുന്നു. അതിനടുത്തുള്ള സിറ്റികളിൽ നിന്ന് സൈനികരെ അങ്ങോട്ടേക്ക് ഒരുമിച്ച് കൂട്ടാനായി രാജ്ഞി ഓർഡർ നൽകിയിരിക്കുന്നു. അവർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഷിയാൻഷിക്ക് രക്ഷയുണ്ടാവില്ല എന്ന് അവർക്ക് മനസ്സിലാവുന്നു. പക്ഷെ കാര്യങ്ങൾ ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് രാജ്ഞിയുടെ അടുത്തെത്തിയതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ഈ സമയത്താണ് താനാണ് രാജ്ഞിക്ക് രഹസ്യമായി വിവരങ്ങൾ നൽകിയത് എന്ന് യാൻഷിങ് തുറന്നു പറയുന്നത്. ഈ സിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പ് രാജ്ഞി തന്നെ രഹസ്യമായി ഏൽപ്പിച്ചിരുന്ന ദൗത്യത്തെ പറ്റി അവൾ ഷെൻതുവിനോട് പറയുന്നു. രാജ്ഞിക്ക് ഇവിടെ ഉണ്ടായിരുന്ന സ്പൈ ആണ് മുമ്പ് ഷിയാൻഷിയുടെ ചതിയിൽ കൊല്ലപ്പെട്ട അസിസ്റ്റന്റ് ഗവർണർ എന്നുമുള്ള കാര്യവും അവൾ അവനെ അറിയിക്കുന്നുണ്ട്. അവിടെ അടുത്താരോ പതുങ്ങിയിരിക്കുന്നത് പോലെ അവർക്ക് സംശയം തോന്നുന്നതിനാൽ ജിങ്ലൻ പോയി പരിശോധിക്കുന്നു. ഏയുനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒളിച്ചിരുന്നത് എന്തിനാണെന്ന് ചോദിച്ച് ജിങ്ലൻ അവനെ വഴക്ക് പറയുന്നുണ്ട്. യാൻഷിങ്ങാണ് എന്നെ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചതെന്ന് ഏയുൻ വലിയ അഭിമാനത്തോടെ പറയുന്നു. അടുത്ത ദിവസം ഷെൻതു തനിച്ച് ഷിയാൻഷിയുടെ അടുത്തേക്ക് ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്കായി പോകുന്നുണ്ട്. അവനെ കണ്ടപ്പോൾ ഷിയാൻഷി തന്റെ സൈനികർക്ക് അവനെ നേരെ അമ്പയ്യാൻ തയ്യാറെടുത്ത് നിൽക്കാൻ നിർദ്ദേശം നൽകുന്നു. പക്ഷെ അത് കണ്ടപ്പോൾ ഷെൻതു താൻ ധരിച്ചിരുന്ന കോട്ട് കൂടി ഊരി താഴെ കളയുന്നുണ്ട്. എന്തായാലും ഷിയാൻഷി തന്നെ കൊല്ലില്ല എന്ന് അവൻ അത്രയ്ക്ക് ഉറപ്പുള്ളത് പോലെയാണ്. അത് കണ്ടിട്ടാവണം അവനെ അകത്തേക്ക് കടത്തിവിടാൻ ഷിയാൻഷി ഓർഡർ നൽകുന്നു. അങ്ങനെ ഷെൻതു അകത്തേക്ക് ചെന്ന് അയാളുമായി സംസാരിക്കുന്നുണ്ട്. ഷിയാൻഷിയുടെ ചതിയെപ്പറ്റി രാജ്ഞിയുടെ ചെവിയിൽ എത്തിക്കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് അയാളെ പിടികൂടാനായി അടുത്ത സിറ്റിയിൽ നിന്ന് സൈനികർ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ യാതൊരു രക്ഷയും ഉണ്ടാവില്ല. അതിനു മുമ്പ് കീഴടങ്ങുന്നതാണ് നല്ലത് എന്നൊക്കെ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഷെൻതു വന്നത്. പക്ഷേ ഷിയാൻഷി അതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. ആ സിറ്റിയിലുള്ള ജനങ്ങൾ മുഴുവൻ എനിക്കൊപ്പമാണ്. അതുകൊണ്ട് തന്നെ സൈനികരുമായി എതിർത്ത് നിൽക്കാൻ കഴിയും എന്നുള്ള വിശ്വാസത്തിലാണ് അയാൾ. പക്ഷേ 10,000 കണക്കിന് വരുന്ന സൈനികരോട് ഇവിടെയുള്ള സാധാരണ ജനങ്ങൾ എങ്ങനെ പിടിച്ചു നിൽക്കാനാണ്? അവർക്കും കൂടി അത് ദ്രോഹമേ ഉണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ട് ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കരുത്. ഷെൻഹുവോയുടെ സെക്റ്റിലുള്ളവർ ആളുകളുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്തവരാണ്. അതുകൊണ്ട് അവർ സമയമാവുമ്പോൾ നിന്നെ ഉറപ്പായും ചതിക്കും എന്നൊക്കെ ഷെൻതു അയാൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. യാൻഷിങ്ങിന്റെ തല വെട്ടി തന്റെ മുന്നിൽ കൊണ്ട് വെക്കുകയാണെങ്കിൽ അവനുമായി ഒരു ഒത്തുതീർപ്പിന് തയ്യാറാണ് എന്നാണ് ഷിയാൻഷി പറഞ്ഞത്. പക്ഷെ ഷെൻതു ഒരിക്കലും അത് ചെയ്യില്ലല്ലോ. ഇങ്ങനെയാണെങ്കിൽ ഒത്തുതീർപ്പിന് യാതൊരു ചാൻസും ഇല്ല എന്ന് അവൻ പറയുന്നു. യാൻഷിങ് രാജ്ഞിയുടെ സ്പൈ ആണ്. രാജ്ഞിയുടെ ഭരണം വളരെയധികം അഴിമതി നിറഞ്ഞതാണ്. അത് അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് ഷിയാൻഷി രാജ്ഞിയുടെ ഭരണത്തെ കുറ്റപ്പെടുത്തി കുറെ പറയുന്നുണ്ട്. പക്ഷെ ഷെൻതുവിന് അത് ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നില്ല. ഷിയാൻഷിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് അവൻ രാജ്ഞിയെ അനുകൂലിച്ച് സംസാരിക്കുന്നു. ഷെൻതുവിന്റെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരി തന്നെ രാജ്ഞിയാണ് എന്ന രീതിയിൽ ഷിയാൻഷി കുറെ ആരോപണങ്ങൾ നടത്തുന്നുണ്ട്. മാത്രമല്ല അന്ന് അവന്റെ അച്ഛൻ കൊല്ലപ്പെട്ട സമയത്ത് അതിന് ചില തെളിവുകളും ഷിയാൻഷി അവനെ കാണിക്കുന്നുണ്ട്. പക്ഷെ തന്റെ അച്ഛന്റെ മരണത്തിന് പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് ഞാൻ സ്വയം കണ്ടെത്തിക്കൊള്ളാമെന്നാണ് ഷെൻതു മറുപടി നൽകിയത്. ഷെൻതു എന്തൊക്കെ പറഞ്ഞു നോക്കിയിട്ടും ഷിയാൻഷി തന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാവുന്നില്ല. അവന്റെ അച്ഛന്റെ മരണത്തിന് പ്രതികാരം ചെയ്യണമെന്ന് തന്നെയാണ് അയാൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ അച്ഛന്റെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്താൻ ഞാനോ എന്റെ അച്ഛനോ ആഗ്രഹിക്കുന്നില്ല എന്ന് വളരെ വിഷമത്തോടെ പറഞ്ഞിട്ട്
പറഞ്ഞിട്ട് ഷെന്തു അവിടെ നിന്ന് തിരികെ പോകുന്നു. അങ്ങനെ ഒത്തുതീർപ്പ് ചർച്ച ഫെയിലായി അവൻ തിരികെ യാൻഷിങ്ങിന്റെ ഒക്കെ അടുത്ത് എത്തുന്നുണ്ട്. അടുത്ത സിറ്റിയുള്ള ജനറലും സംഘവും ഇവിടെ എത്താൻ 3 ദിവസം എടുക്കും. അവരിവിടെ എത്തിക്കഴിഞ്ഞാൽ വലിയൊരു യുദ്ധം തന്നെ ഉണ്ടാവും. അത് സർവനാശമായിരിക്കും ഉണ്ടാക്കുന്നത്. അതെങ്ങനെ ഒഴിവാക്കും എന്നൊക്കെ യാൻഷിങ് വളരെ ആകാംക്ഷയോടെ ചോദിക്കുന്നു. ഒത്തുതീർപ്പ് വിജയിക്കില്ല എന്ന് ഷെന്തുവിന് നേരത്തെ തന്നെ അറിയാമായിരുന്നതിനാൽ അവൻ പാഞ്ചിയെ വേറൊരു വഴിക്ക് കുറെ സാധനങ്ങളൊക്കെ സംഘടിപ്പിക്കാനായി പറഞ്ഞ് അയച്ചിരുന്നു. പാഞ്ചിയും സുൽത്താനും ഒക്കെ അവൻ ആവശ്യപ്പെട്ട സാധനങ്ങളുമായി ഈ സമയത്ത് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ജനറലും സൈന്യവും അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഷിയാൻഷിയെ കീഴടക്കാനാണ് ഷെന്തു പ്ലാൻ ചെയ്യുന്നതെന്ന് യാൻഷിങ്ങിന് മനസ്സിലാവുന്നു. അന്ന് രാത്രി താൻ ചെയ്യുന്നത് തെറ്റാണോ എന്ന രീതിയിൽ ഷിയാൻഷിക്ക് കുറച്ച് ചിന്തകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഷിയാൻഷുവിന്റെ ചിത്രത്തിന് മുന്നിൽ നിന്നാണ് അവൻ ഇതിനെ പറ്റിയൊക്കെ ചിന്തിച്ചത്. ഈ സമയത്ത് മറ്റേ ഷിയു അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവന്റെ മനസ്സ് ശാന്തമാക്കുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാം കൂടി കേട്ടപ്പോൾ തന്റെ തീരുമാനം തെറ്റാണ് എന്ന് തന്നെ ഷിയാൻഷിക്ക് തോന്നുന്നു. എന്നാലും കീഴടങ്ങുന്ന കാര്യത്തിലൊന്നും അവനൊരു തീരുമാനവും എടുക്കുന്നില്ല. പക്ഷെ അടുത്ത ദിവസം രാവിലെ ഷെന്തു തനിച്ച് യുദ്ധത്തിന് തയ്യാറെടുത്ത് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഒരു അവസാന വാണിംഗ് നൽകാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അടുത്ത സിറ്റിയിൽ ഉണ്ടായിരുന്ന ജനറലും സൈനികരും ഈ സിറ്റിയിൽ ഓൾറെഡി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവർ ഏത് നിമിഷവും ഇങ്ങോട്ടേക്ക് എത്താൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അവനെ രക്ഷപ്പെടാൻ സാധിക്കില്ല. അതിനു മുമ്പ് കീഴടങ്ങാൻ തയ്യാറായാൽ അവിടുത്തെ ജനങ്ങളെങ്കിലും രക്ഷപ്പെടും. അതുകൊണ്ട് ഒരിക്കൽ കൂടി അവന്റെ തീരുമാനം അറിയാൻ വേണ്ടി വന്നതാണ് എന്ന് ഷെന്തു അറിയിക്കുന്നു. അതേസമയത്ത് തന്നെ ആ സിറ്റിയിലെ കുറച്ച് ജനങ്ങളും ഷിയാൻഷിയുടെ അടുത്തെത്തിയിട്ട് വെറുതെ ജനങ്ങളെ ദ്രോഹിക്കുന്ന രീതിയിൽ ഒരു യുദ്ധത്തിന് തയ്യാറാവാതെ ഒഴിവാകുന്നതാണ് നല്ലത് എന്ന് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഷിയാൻഷി കീഴടങ്ങിയാലോ എന്ന് ചിന്തിച്ച് തുടങ്ങുന്നു. ഈ സമയത്താണ് ഷെൻഹുവയുടെ സെക്റ്റിൽ നിന്നുള്ള ഒരാൾ മുഖംമൂടി ധരിച്ച് അവിടെ എത്തി അവിടെ നിൽപ്പുണ്ടായിരുന്ന ഒരാളെ കൊന്നിട്ട് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട സമയമാണ്, മനസ്സൊട്ട് സോഫ്റ്റ് ആക്കാൻ പാടില്ല, അവന്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവും വരുത്തരുത് എന്നൊക്കെ ഷിയാൻഷിയോട് പറഞ്ഞത്. ഷെൻഹുവയുടെ സെക്റ്റിലുള്ളവർ മനുഷ്യരുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് ഷെന്തു തലേ ദിവസം പറഞ്ഞതൊക്കെ ഷിയാൻഷിയുടെ മനസ്സിൽ അപ്പോൾ കടന്നു വരുന്നുണ്ട്. അത് ശരിയാണ് എന്ന് അവന് തോന്നുന്നു. അങ്ങനെ ആ വന്ന മെസ്സഞ്ചറെ ഷിയാൻഷി തന്നെ കൊല്ലുന്നുണ്ട്. അതിനുശേഷം ഷെന്തുവിനോട് തനിച്ചൊരു ഫൈറ്റ് നടത്താൻ തയ്യാറാണോ എന്ന് അന്വേഷിക്കുന്നു. ഷെന്തു അതിന് തയ്യാറാവുന്നു. അങ്ങനെ ഷിയാൻഷിയും അതിന് തയ്യാറെടുത്ത് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. രണ്ടുപേരും കൂടി ഈ കോട്ടയ്ക്ക് പുറത്ത് നിന്ന് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ചെറുപ്പത്തിൽ ഷെന്തുവിനെ ആയുധാഭ്യാസം പഠിപ്പിച്ചു തുടങ്ങിയത് ശരിക്കും ഷിയാൻഷി ആയിരുന്നു. അതിനുശേഷം ഇന്നാണ് അവർ രണ്ടുപേരും കൂടി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. കുട്ടിക്കാലത്തൊന്നും ഷെന്തുവിന് അവനെ തോൽപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷെ ഇത്തവണ ഞാൻ നിന്നെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഷെന്തു ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയത്. നല്ലൊരു ഫൈറ്റ് തന്നെ രണ്ടുപേർക്കും ഇടയിൽ നടക്കുന്നു. കുറെ ജനങ്ങളൊക്കെ ഇത് കാണാനായി അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. അവരുടെ ഇടയിൽ മാസ്ക് ധരിച്ചുകൊണ്ട് ഷെൻഹുവും നിൽക്കുന്നത് കാണാം. ഷെന്തുവിന്റെയും ഷിയാൻഷിയുടെയും ഫൈറ്റിനൊടുവിൽ ഷെന്തു തന്നെ വിജയിക്കുന്നു. ഷിയാൻഷി തോൽവി സമ്മതിക്കുന്നുണ്ട്. ഈ സമയത്താണ് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഷെന്തുവിനെ കൊല്ലാനായി ഒരു ഒളി ആക്രമണം നടത്തിയത്. പക്ഷെ ആയുധം വരുന്നത് തിരിച്ചറിഞ്ഞ ഷെന്തു അത് തട്ടിയെറിയുന്നു. അതുകൊണ്ട് ആർക്കും അപകടം പറ്റുന്നില്ല. പക്ഷെ ആയുധം വന്ന സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ സംശയം തോന്നിക്കുന്ന രീതിയിൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എന്തായാലും അതിന് പിന്നാലെ പോവാതെ അവൻ ഷിയാൻഷിയോട് സംസാരിക്കുന്നു. ജനങ്ങളെ ദ്രോഹിക്കേണ്ട എന്ന് കരുതിയാണല്ലോ ഷിയാൻഷി ഇങ്ങനെ ഒരു ഫൈറ്റിന് തയ്യാറായത്. അത് ഷിയാൻഷി സമ്മതിക്കുന്നു. മാത്രമല്ല തന്റെ സൈനികരോട് ആയുധങ്ങളൊക്കെ താഴെ വെച്ച് യുദ്ധം മതിയാക്കാനും അവൻ ഓർഡർ നൽകുന്നുണ്ട്. യുദ്ധം ഒഴിവായി എന്നറിഞ്ഞതോടെ ജനങ്ങൾക്ക് സന്തോഷമാവുന്നു. സിറ്റി ഇപ്പോൾ ഷെന്തുവിന്റെ കൺട്രോളിലായിരിക്കുന്നു. ഷിയാൻഷി ഇപ്പോൾ കുറെ കുറ്റകൃത്യങ്ങൾ ചെയ്തതുകൊണ്ട് അദ്ദേഹം തടവിലാണ്. ഷെന്തു അങ്ങോട്ടേക്ക് ചെന്ന് അദ്ദേഹത്തെ കാണുന്നുണ്ട്. അടുത്ത സിറ്റിയിലെ ജനറലും സംഘവും അവിടെ എത്താറായി എന്ന് പറഞ്ഞായിരുന്നല്ലോ രാവിലെ അവൻ ഷിയാൻഷിയെ ഭയപ്പെടുത്തിയത്. അത് സത്യമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ സൈന്യം അടുത്തു വരുന്നതിന്റെ ശബ്ദമൊക്കെ ആ സമയത്ത് അവർ കേട്ടിരുന്നു. പക്ഷെ അതെല്ലാം തന്റെ സൂത്രപ്പണികളായിരുന്നു എന്ന് ഷെന്തു ഇപ്പോൾ തുറന്നു പറയുന്നുണ്ട്. ശരിക്കും യാൻഷിങ്ങും പാഞ്ചിയും ബാക്കിയുള്ള ഷെന്തുവിന് സപ്പോർട്ടുള്ള സൈനികരും ഒക്കെ കൂടി കുറെ മുളങ്കമ്പുകളും മറ്റും ഉപയോഗിച്ച് സൈന്യം അടുത്തെത്തുന്നതിന്റെ പ്രതീതി ഉളവാക്കുന്ന രീതിയിലുള്ള ശബ്ദങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് സൈന്യം അടുത്തെത്താറായി എന്ന് ജനങ്ങളും വിശ്വസിച്ചത്. പക്ഷെ ഇങ്ങനെയുള്ള ട്രിക്കുകളൊക്കെ ഷിയാൻഷിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ശരിക്കും യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് അവനത് അത്ര കാര്യമാക്കാതിരുന്നതെന്ന് ഷെന്തുവിനും അറിയാം. ശരിക്കുള്ള സൈന്യം നാളെ എത്തിച്ചേരുമ്പോൾ അവരോട് എന്ത് മറുപടി നൽകുമെന്ന് ഷിയാൻഷി അവനോട് ചോദിക്കുന്നുണ്ട്. ഷെൻഹുവയുടെ സെക്റ്റിലുള്ളവരുടെ പ്രേരണ കൊണ്ടാണ് ഷിയാൻഷി ഇതിനൊക്കെ കീഴ്പ്പെട്ടത്. പക്ഷേ പിന്നീട് കുറ്റബോധം തോന്നി സ്വയം കീഴടങ്ങുകയായിരുന്നു എന്നൊക്കെ താൻ പറഞ്ഞ് നിന്നോളാമെന്ന് ഷെന്തു അവനെ അറിയിക്കുന്നു. ഷെൻഹുവുമായി എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് എന്നൊക്കെ ഷെന്തു ചോദിക്കുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ ഷിയാൻഷി തയ്യാറാവുന്നില്ല. ശരിക്കും ഇവിടെ ഇങ്ങനെ ഒരു ഹാഫ് വേസ്റ്റ് ഗോസ്റ്റിന്റെ ശല്യമുണ്ട് എന്നുള്ള കാര്യം ഷിയാൻഷി റിപ്പോർട്ട് ചെയ്തതായിട്ടാണല്ലോ രാജ്ഞി അവനോട് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു റിപ്പോർട്ട് ഒരിക്കലും നൽകിയിട്ടില്ല. മറ്റാരോ തയ്യാറാക്കിയ കെണിയിലേക്ക് നീ വന്ന് വീണതാണ് എന്നൊക്കെ ഷിയാൻഷി അവനെ അറിയിക്കുന്നു. എന്തായാലും രാജ്ഞിയുടെ അടുത്തെത്താതെ കൂടുതൽ വിവരങ്ങളൊന്നും നൽകാൻ താൻ തയ്യാറല്ല എന്നും ഷിയാൻഷി പറയുന്നുണ്ട്. തടവറയിൽ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ താൻ പുതച്ചുകൊണ്ട് വന്നിരുന്ന കോട്ടൂരി ഷിയാൻഷിയെ പുതപ്പിച്ചിട്ടാണ് ഷെന്തു അവിടെ നിന്ന് തിരികെ പോയത്. അടുത്ത ദിവസം ഷിയാൻഷിയെയും കൊണ്ട് ഷെന്തുവും യാൻഷിക്കും ഒക്കെ തിരികെ തലസ്ഥാന നഗരിയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. ഈ സമയത്താണ് അവനെ ഒരിക്കൽ കൂടി കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഷിയോ അങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ ഇനി അവനെ കാണാൻ അനുവദിക്കില്ല. അവനുള്ള ശിക്ഷ തീരുമാനിക്കുന്നതൊക്കെ രാജ്ഞിയാണ് എന്ന് പറഞ്ഞ് യാൻഷിങ് അവളെ തിരിച്ചയക്കാൻ തുടങ്ങുന്നു. താൻ കൊണ്ടുവന്നിരിക്കുന്ന ഫുഡ് അവന് കഴിക്കാൻ നൽകിയിട്ട് തിരികെ പോയിക്കോളാം, ഒരു വട്ടം ഒന്ന് കണ്ടാൽ മതി എന്നൊക്കെ ഷിയു പറയുന്നുണ്ടെങ്കിലും അതിനുള്ള പെർമിഷൻ ഇല്ല എന്ന് പറഞ്ഞ യാൻഷിങ് അവളെ തിരിച്ചയക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം എനിക്ക് എന്റെ സ്വന്തം സഹോദരനെ പോലെയാണ്, ഒരു തവണ ഒന്ന് കണ്ടാൽ മതി, ഞാൻ സംസാരിച്ചിട്ട് തിരികെ പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യാൻഷിങ്ങിനെ ഷിയു കെട്ടിപ്പിടിക്കുന്നു. ആ കൂട്ടത്തിൽ തന്നെ കയ്യിലുണ്ടായിരുന്ന കുട്ടയിൽ നിന്ന് പെട്ടെന്നൊരു കത്തി എടുത്ത് അവളുടെ കഴുത്തിന് നേരെ നീട്ടി ഭീഷണിപ്പെടുത്താനും
ചെയ്യാനും തുടങ്ങുന്നു. യാൻഷിങ്ങിന് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് പേടിച്ച് ആരും അടുത്തേക്ക് ചെല്ലാതെ മാറി നിൽക്കുകയാണ്. അവസാനം ഷിയാൻഷി തന്നെ ഷിയുനോട് പിന്മാറാൻ പറയുന്നു. അങ്ങനെ അവൾ യാൻഷിങ്ങിനെ വിടാൻ തയ്യാറാവുന്നുണ്ട്. പക്ഷേ ഷിയാൻഷിയോട് സംസാരിക്കാതെ തിരികെ പോവില്ല എന്ന് പറഞ്ഞ് വീണ്ടും അവന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഒരു അടിമയായിരുന്ന ഷിയുനെ ഷിയാൻഷി ഒരു തവണ രക്ഷപ്പെടുത്തി കൂടെ കൂട്ടിയതാണ്. അതിനുശേഷമാണ് ഷിയു എന്ന പേര് നൽകിയതും അവനാണ് അവളെ എഴുത്തും വായനയും ഒക്കെ പഠിപ്പിച്ചതും. അതുകൊണ്ട് തന്നെ സ്വന്തം സഹോദരന്റെ സ്ഥാനമാണ് അവൾ ഷിയാൻഷിക്ക് നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ മരിച്ചുപോയ ഷിയുവിന്റെ സ്ഥാനത്താണ് അവനും അവളെ കണ്ടിരിക്കുന്നത്. തന്നെ ബലി കൊടുത്തിട്ട് തന്റെ ശരീരത്തിലേക്ക് ശരിക്കുള്ള ഷിയുനെ തിരികെ കൊണ്ടുവരാനായിരുന്നല്ലോ ഷിയാൻഷി മുൻപ് പ്ലാൻ ചെയ്തിരുന്നത്. അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് അവൾ അവന്റെ മുന്നിൽ നിന്ന് കയ്യിലുണ്ടായിരുന്ന കത്തി സ്വന്തം നെഞ്ചിലേക്ക് കുത്തിയിറക്കി സ്വയം ജീവൻ എടുക്കുന്നു. ഷിയു തിരികെ അവിടെ എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് അവൾ അങ്ങനെ ചെയ്തത്. ഷിയാൻഷി പെട്ടെന്ന് അവളെ താങ്ങി പിടിക്കുന്നുണ്ട്. അവന്റെ മടിയിൽ കിടന്നുകൊണ്ട് തന്നെ അവൾ മരിക്കുന്നു. ഷിയാൻഷിക്ക് അത് വലിയൊരു ഷോക്കായിരുന്നു. ബാക്കിയുള്ളവരോടൊക്കെ കുറച്ച് ദൂരേക്ക് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ഷെന്തുവിനോട് മാത്രം തന്റെ അടുത്തേക്ക് വരാൻ അയാൾ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഷെന്തു അവന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഷെന്തുവിന്റെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരായവരെ വെറുതെ വിടരുത് എന്ന് തന്നെയാണ് ഷിയാൻഷി ഇപ്പോഴും അവനോട് പറഞ്ഞത്. എത്ര വർഷങ്ങൾ വേണ്ടി വന്നാലും അതിന് പിന്നിലുള്ളവരെ കണ്ടെത്തി അവർക്ക് തക്ക ശിക്ഷ തന്നെ നൽകുമെന്ന് ഷെന്തു ഉറപ്പ് കൊടുക്കുന്നു. എല്ലാ വർഷവും തന്റെ മെമ്മോറിയലിന് മുന്നിൽ ഒരു തിരി കത്തിക്കാൻ മറക്കരുത് എന്നൊക്കെ ഷിയാൻഷി അവനോട് പറയുന്നുണ്ട്. ഈ സമയത്ത് തന്നെ അദ്ദേഹം ബ്ലഡ് വൊമിറ്റ് ചെയ്യാനും തുടങ്ങുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ഷെന്തുവിന് മനസ്സിലാവുന്നില്ല. നേരത്തെ ഷെന്തുവിനെ അടുത്തേക്ക് വിളിച്ച സമയത്ത് ആരും കാണാതെ അദ്ദേഹം കൈവശമുണ്ടായിരുന്ന വിഷം കഴിച്ചിരുന്നു. അധികം വൈകാതെ ഷിയുവിന്റെ ചിത്രത്തിന് പിന്നിൽ നിനക്ക് നൽകണമെന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു സാധനം ഇരിപ്പുണ്ട്, അത് ഉറപ്പായും എടുക്കണമെന്ന് ഷെന്തുവിനോട് പറഞ്ഞുകൊണ്ട് ഷിയാൻഷിയും മരിക്കുകയാണ്. ഷെന്തു ശരിക്കും വിഷമത്തിലാവുന്നുണ്ട്. അവന്റെ അവസ്ഥ മനസ്സിലാക്കിയതുപോലെ യാൻഷിങ് അവന്റെ അടുത്ത് ചെന്നിരുന്ന് അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. അടുത്ത ദിവസം രാവിലെ ആ സിറ്റിയിലെ കുറെ അധികം ജനങ്ങൾ തെരുവിൽ പല ഭാഗത്തായി മരിച്ചതുപോലെ കിടക്കുന്നതാണ് കാണുന്നത്. ദൈവകോപമാണ് ഇതെന്ന രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ സംസാരമുണ്ടാവുന്നു. ഷെന്തുവും യാൻഷിങ്ങും ഒക്കെ ആ ആളുകളുടെ അടുത്തെത്തി പരിശോധിച്ചപ്പോൾ അവർക്ക് വിഷബാധ ഏറ്റിരിക്കുകയാണ് എന്ന് മനസ്സിലാവുന്നു. ഷെൻഹുവാണ് ഇതിന് പിന്നിലെന്ന് ഷെന്തു ഊഹിക്കുന്നുണ്ട്. അപ്പോഴാണ് സുൽത്താൻ അവിടെ എത്തി. സിറ്റിയുടെ പല ഭാഗങ്ങളിലായി ഇതേ പ്രശ്നം തന്നെ പടർന്നു പിടിച്ചിരിക്കുകയാണ്. 30ഓളം ആളുകൾ ഇപ്പോൾ ഈ പ്രശ്നത്തിന്റെ കീഴിലായി കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്നൊക്കെയുള്ള ആശങ്ക പ്രകടിപ്പിച്ചത്. വിഷം ഏറ്റവരെല്ലാം അബോധാവസ്ഥയിലാണെങ്കിലും ഇപ്പോൾ അവരുടെ ജീവൻ അപകടമില്ല. എത്രയും പെട്ടെന്ന് അവരെ രക്ഷിക്കാൻ കഴിയുന്ന എന്തെങ്കിലും മരുന്ന് കണ്ടെത്താൻ കഴിയുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഷെന്തു അവിടെ നിന്ന് പുറപ്പെടുന്നുണ്ട്. അവൻ നേരെ പോയത് ഷിയാൻഷിയുടെ താമസ സ്ഥലത്തേക്കായിരുന്നു. അവിടെ ഷിയുവിന്റെ ചിത്രത്തിന് പിന്നിൽ അവന് നൽകാൻ എന്തോ വെച്ചിട്ടുണ്ട് എന്ന് ഷിയാൻഷി പറഞ്ഞിരുന്നല്ലോ. അതെന്താണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അവൻ പോയത്. ഷിയുവിന്റെ ചിത്രത്തിന് പുറകിൽ തിരച്ചിൽ നടത്തിയപ്പോൾ അവിടെ ഒരു രഹസ്യ അറ ഉള്ളതായി അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത് തുറന്നപ്പോൾ അതിനുള്ളിൽ എന്തോ ഇരിക്കുന്നത് അവൻ കാണുന്നുണ്ട്.